ഈ ബന്ധങ്ങൾക്കിടയിൽ മക്കളുണ്ടായിപ്പോയാൽ എന്തു ചെയ്യണം? മക്കളുണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? അതിലവർക്ക് സംശയമൊന്നും പറയാല്ല. മക്കളുണ്ടായാൽ അത് പിന്നെ ഭാര്യമാർ നോക്കണം എന്നാണ്. സോറി, ഭാര്യമാരല്ല, അവരുടെ പങ്കാളികൾ നോക്കണം. അവിടുത്തെ സ്ത്രീകൾ നോക്കണം. പുരുഷന് ബാധ്യത ഉണ്ടോ? പുരുഷന് ബാധ്യതയല്ല. പുരുഷന് ബാധ്യത കെട്ടിവെക്കാൻ വേണ്ടിയാണ് വിവാഹം എന്ന സംവിധാനം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഇവരുടെ വ്യാഖ്യാനങ്ങൾ. അല്ലേ? വിവാഹം എന്നുള്ള സംവിധാനം ഒരു അനാവശ്യമാണ്. വിവാഹം കഴിക്കണം എന്തിനാണ്? ലൈംഗികതക്ക് വിവാഹം കഴിക്കണ്ട. അത് തോന്നിയ പോലെ എവിടുന്നും കിട്ടും. പിന്നെ ഇത് പുരുഷന്റെ മേൽ ബാധ്യത കെട്ടിവെക്കാൻ വേണ്ടി സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു അനാവശ്യമാണ് എന്നാണ് ഇയാളുടെ വ്യാഖ്യാനം. പക്ഷേ ഇയാൾക്കൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. നമ്മുടെ നേരത്തെ താന്തോന്നിക്ക് ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അയാൾ അമേരിക്കയിലേക്കൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി വന്ന് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ അയാൾ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്ന രസകരമായ ചില തമാശകളുണ്ട്. അയാൾ പറയണത്, ആ ലോകത്ത് കുറെ പ്രശ്നാട്ടോ. പണ്ട് ബാസിലുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞിരുന്ന സാമൂഹ്യ വ്യവസ്ഥകളൊന്നും വേണ്ടാന്നാണ്. ഇവിടെ സിസ്റ്റങ്ങളുണ്ടല്ലോ, സംവിധാനങ്ങളുണ്ടല്ലോ, ഭരണകൂടമുണ്ടല്ലോ, അവരാണ് ഇതൊക്കെ നിർവഹിക്കേണ്ടത് എന്നാണ്. സിസ്റ്റങ്ങളെ വലിയ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. ഇപ്പം അയാൾക്ക് സിസ്റ്റങ്ങളൊന്നും പറ്റൂല. അയാൾ പറയാണ്, വലിയ കഷ്ടമാണ് അവിടെ വണ്ടി കേടായാൽ നമ്മൾ തന്നെ നന്നാക്കണം. വണ്ടി കേടായ ഫോൺ വിളിച്ച് ആള് വരാൻ കാത്തിരിക്കണം. ഒരാളും സഹായിക്കൂല. എന്നാ അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു പച്ചവെള്ളം ചോദിക്കാൻ പറ്റും, അതുപോലും ചോദിക്കാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥകളെക്കുറിച്ച് അയാൾ തിരിച്ചറിഞ്ഞു. ഇൻഡിവിജ്വലിസം സമ്പൂർണമായി നടപ്പിലാക്കാൻ ശ്രമിച്ച രാജ്യങ്ങളിലെ സാമൂഹ്യാവസ്ഥകൾ നേരിട്ട് കണ്ട് അയാൾ മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് മാറ്റി പറയേണ്ടി വന്നു. നമുക്കേ അത് മനസ്സിലാക്കാൻ ഈ അവസ്ഥകൾ അനുഭവിച്ചറിയണമെന്നില്ല. നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് അതിൻ്റെതായ വില കൽപ്പിക്കുന്നുണ്ട്. അയാളുടെ സ്വകാര്യതക്ക് അതിൻ്റെതായ വില കൽപ്പിക്കുന്നുണ്ട്. ഒരാൾ മറ്റൊരാളുടെ സ്വകാര്യതയിൽ അനാവശ്യമായി കയറി ഇടപെടരുത് എന്ന് കർശനമായ വിലക്ക് ഇസ്ലാമിലുണ്ട്. അതിലൊന്നും സംശയമല്ല. ഇസ്ലാം അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ വ്യക്തിയുടെ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ ഇഷ്ടങ്ങളും അനുവദിച്ചു കൊടുക്കണം എന്ന് പറയാൻ പറ്റുമോ? അത് ഇസ്ലാം എന്ന് മാത്രമല്ല, മറ്റു മതങ്ങൾക്കെന്ന് മാത്രമല്ല, ഒരു സമൂഹത്തിനും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. ട്രാഫിക് സിഗ്നൽ ഉള്ളിടത്ത് ട്രാഫിക് സിഗ്നൽ എല്ലാവരും പാലിക്കണം. ഒരു വണ്ടിയുടെ പിന്നിൽ അടുത്ത വണ്ടി നിർത്തി എല്ലാവരും ഒരുപോലെ സഞ്ചരിക്കാൻ ശ്രമിക്കണം. സമൂഹത്തിൽ എല്ലാവർക്കും പരസ്പരം സ്നേഹവും ബഹുമാനവും ആദരവും കൊടുത്ത് അങ്ങനെയുള്ളൊരു ജീവിതമാണ് വേണ്ടത്. തോന്നിയതുപോലുള്ളൊരു ജീവിതം അനുവദിച്ചു കഴിഞ്ഞാൽ ഈ നാട് കുട്ടിച്ചോറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.